ബാലിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും ബസ്സിൽ ഇപ്പോൾ പുതിയൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അത് ബാലിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായ നെൽപ്പാടം ഇല്ലെങ്കിൽ റൈസ് ടെറസ് എന്നറിയപ്പെടുന്ന ഒരു അത്ഭുതമാണ്. രാവിലെ ജയ്പൂർ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്നും സഹയാത്രികർക്കൊപ്പം പുറപ്പെട്ട് ഇവിടുത്തെ കൊട്ടാരവും കണ്ട് അവിടെ നടക്കുന്ന കലാ സാംസ്കാരിക കാഴ്ചകളും ഒക്കെ കണ്ട് അവിടെ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ ബാലിയിലെ തന്നെ ഏറ്റവും മനോഹര കാഴ്ചയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇങ്ങനെ ബസ്സിൽ നാം പുറപ്പെടുമ്പോൾ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധാരാളം മനോഹരമായ ഗ്രാമക്കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. അത്രയൊന്നും വികസിക്കാത്ത റോഡും ആ റോഡിൽ എപ്പോഴും തിങ്ങി നിറഞ്ഞ് ഒഴുകുന്ന വാഹനങ്ങളും, ടൂ വീലറിലും ഫോർ വീലറിലും കാറുകളിലും സൈക്കിളുകളിലും മറ്റുമായി റൈസ് ടെറസ് എന്ന നെൽപ്പാടം കാണുവാനും അവിടുത്തെ അത്ഭുതങ്ങൾ മനസ്സിൽ ആസ്വദിക്കുവാനുമായി ധാരാളം യാത്രികരാണ് ഇപ്പോൾ അങ്ങോട്ട്. ഇങ്ങനെ നാം സഞ്ചരിച്ച് റൈസ് ടെറസ് എന്ന മനോഹര കാഴ്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റൈസ് ടെറസ് എന്നത് ബാലിയിലെ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ, ചൈനയിലെ ഒക്കെ ഒരു കൃഷി പദ്ധതിയാണ്. കുന്നുകളുടെ താഴ്വാരങ്ങൾ, കുന്നുകളുടെ ചെരുവുകൾ പല പല തട്ടുകളായി തിരിച്ച് അവിടെ കൃഷി ഇറക്കുന്ന സമ്പ്രദായമാണ് റൈസ് ടെറസ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. കുന്നിൻ ചെരുവുകളിലെ മണ്ണൊലിപ്പ് തടയുന്നതിനും അവിടെ പെയ്തിറങ്ങുന്ന മഴവെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനും അനുയോജ്യമായ ഒരു പദ്ധതിയാണ് ഈ റൈസ് ടെറസ് എന്ന് പറയുന്നത്. കുന്നിൻ ചെരുവുകളെ പല തട്ടുകളാക്കി തിരിച്ച് ഉഴുതുമറിച്ച് അവിടെ നെൽകൃഷി ചെയ്യുന്ന അതിമനോഹര കാഴ്ച ഈ റൈസ് ടെറസ് എന്ന ഈ കാഴ്ചകൾ. ഇവിടെ മനോഹരമായി കൃഷി ചെയ്യുന്ന അനേകം പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന റൈസ് പാടങ്ങളും അതിനെ കാണാനായി ഓരോ ദിവസവും എത്തിച്ചേരുന്ന അനേകായിരം യാത്രികരും, യാത്രികർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകുന്ന തദ്ദേശീയ ഭരണകൂടവും. റൈസ് ടെറസിൻ്റെ മറ്റൊരു ദിശയിൽ യാത്രികർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. പല തട്ടുകളിലായി നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളും മാളുകളും കളിക്കളങ്ങളും വിവിധ വിനോദസഞ്ചാരത്തിനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഊഞ്ഞാല്, അതുപോലെ തന്നെ കേബിൾ സൈക്കിൾ, കേബിളിൽ ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് തൂങ്ങി ആടി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ പലവിധ വിനോദങ്ങളാണ് ഇവിടെ എത്തുന്ന യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്നത്. ചെറിയൊരു എൻട്രി ഫീസ് നൽകി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓരോ ഐറ്റത്തിനും നാം പ്രത്യേകം ടിക്കറ്റുകൾ എടുത്തു വേണം ഓരോ ഐറ്റത്തിലും പങ്കുചേരാൻ വേണ്ടി. അത്രയധികം മനോഹരമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റൈസ് ടെറസിൻ്റെ ഭംഗി അടുത്തു നിന്ന് ആസ്വദിക്കാനായി ഈ റൈസ് ടെറസിലേക്ക് ഇറങ്ങി ഓരോ കാഴ്ചകളും കണ്ട് ഈ റൈസ് ടെറസിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങാനായി ഉള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഈ റൈസ് ടെറസിലേക്ക് ഇറങ്ങാനും അവിടെ ഈ റൈസ് ടെറസിൻ്റെ ഓരോ കാഴ്ചകളിലേക്കും
നടന്ന് അതിനെ അടുത്തറിഞ്ഞ് ഈ മനോഹരമായ കാഴ്ചകൾ കാണാനും സാധിക്കുകയുള്ളൂ. കാരണം കുന്നിൻ ചെരുവ് ആയതുകൊണ്ട് തന്നെ അത്രയേറെ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ഓരോ പടവും താണ്ടി നാം താഴെ എത്താനും അവിടെ നിന്നും മറുദിശയിലേക്ക് നടന്ന് അവിടെ കൃഷി ചെയ്യുന്ന ഈ റൈസ് ടെറസിൻ്റെ മനോഹര കാഴ്ചകൾ അടുത്തു നിന്ന് കാണാനും ഇങ്ങനെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം അവിടെ നിന്നും പുറപ്പെട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ബസ്സിൽ കയറി സഹയാത്രികർക്കൊപ്പം റൈസ് ടെറസിൻ്റെ മനോഹരമായ കാഴ്ചകളെപ്പറ്റിയും അവിടെ കണ്ട കാഴ്ച വിസ്മയങ്ങളെപ്പറ്റിയും ഒക്കെ പങ്കുവെച്ചുകൊണ്ടും മറ്റ് കാഴ്ചകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും വരാനിരിക്കുന്ന കാഴ്ചകളെ പറ്റി സംസാരിച്ചുകൊണ്ടും ഒക്കെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ യാത്ര ബസ്സിലിരുന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡ് സൈഡിൽ നമുക്ക് ധാരാളം മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ എത്തുന്ന യാത്രികർക്ക് വേണ്ട സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടി മിനി സൂപ്പർ മാർക്കറ്റുകളും സോവനീർ ഷോപ്പുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെയുള്ള മനോഹരവും വിചിത്രവുമായ നിർമ്മിതികളാണ് എൻ്റെ മനസ്സിലേക്ക് ആശ്ചര്യം ജനിപ്പിക്കുക. ഇത്രയേറെ നാം പുരോഗമിച്ചിട്ടും ഇന്നും പുരോഗമിക്കാതെ പഴയൊരു ഗ്രാമപ്രദേശമായി തന്നെ തുടരുന്ന ഈ ഗ്രാമീണ കാഴ്ചകളാണ് നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത്. റോഡിന് ഇരുവശങ്ങളിലും പഴയ കാലത്തെ കെട്ടിടങ്ങളും ആ കെട്ടിടങ്ങളെ ചുറ്റിപ്പറ്റി ജീവിതം കെട്ടിപ്പടുക്കുന്ന ധാരാളം തദ്ദേശീയരായ ഗ്രാമീണരും. ഏതാണ്ട് 30,000 ആൾക്കാർ വസിക്കുന്ന ഈ കൊച്ചു ഗ്രാമങ്ങളിൽ ഇവരുടെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണെങ്കിലും കൃഷിക്കും ഇവർ ധാരാളം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഇവർ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാര്യം. ഓറഞ്ചും ആപ്പിളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഇവർ ധാരാളമായി കൃഷി ചെയ്യുന്നു. ഓരോ ദിവസവും പട്ടണപ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ധാരാളം വാഹനങ്ങളിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ഓരോ സാധനങ്ങളും ഈ ഗ്രാമപ്രദേശങ്ങളിൽ എത്തി അവിടെ നിന്നും സംഗ്രഹിച്ച് ഇവിടുന്ന് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആധുനികതയുടെ യാതൊരു കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. ഇന്നും ഏതാണ്ടൊരു 100 വർഷം പിന്നിലായി മാത്രം ജീവിക്കുന്ന ഇവിടുത്തെ തദ്ദേശീയർ ഒരു പക്ഷേ എത്ര സന്തോഷവാന്മാരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം പഴയ കൃഷി രീതികളും പഴയ കൃഷി ആയുധങ്ങളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്ന മാവും പ്ലാവും വാഴയും തെങ്ങും ഒക്കെയാണ് നമ്മുടെ കണ്ണിൽപ്പെടുക. കാരണം ഇവിടുത്തെ മണ്ണിൽ അതൊക്കെയാണ് അനുയോജ്യമായ വിളകൾ. ഇവിടെ വിളയുന്ന ഓറഞ്ചാണ് മറ്റൊരു അത്ഭുത കാഴ്ച. കാരണം ധാരാളം ഓറഞ്ച് തോട്ടങ്ങൾ ആപ്പിൾ പാടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വിളയുന്ന ധാരാളമായ ഓറഞ്ചുകൾ ടൗണിൽ നിന്നും ആൾക്കാരെത്തി ഇവിടെ നിന്നും സംഗ്രഹിച്ച് ടൗണിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വഴിയരികിൽ ഇരുന്ന് വിൽക്കുന്ന
ധാരാളം കർഷകരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത്രയധികം ഓറഞ്ചാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇവിടുത്തെ പ്രധാന കൃഷി നെല്ലാണ്. ഇന്നും ധാരാളമായി കാണുന്ന നെൽപ്പാടങ്ങൾ, വളരെയേറെ സമ്പുഷ്ടമായി വിളയുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. കാരണം ഇവിടുത്തെ മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി കൂടിയാണ് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ. അങ്ങനെ നാം നമ്മുടെ യാത്ര തുടരുമ്പോൾ ഞാൻ ഈ ബാലിയെപ്പറ്റിയും ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഇവിടെ കാലങ്ങളിൽ സംഭവിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഇന്നും ധാരാളം സജീവ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാലങ്ങളിൽ സ്ഫോടനം നടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ധാരാളമായുള്ള ഇവിടെ ഇങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും ധാരാളം ചാരവും പുകയും ഒക്കെ പുറമേക്ക് വമിക്കാറുണ്ട്. ഇങ്ങനെ വമിക്കുന്ന ഈ ചാരവും പുകയും ഒക്കെ കുറേയൊക്കെ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിപ്പിക്കും എങ്കിലും ഇവിടുത്തെ മണ്ണിനെ ഫലപുഷ്ടമാക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ കാലങ്ങളിൽ സംഭവിക്കുന്ന ഈ ജ്വാലാമുഖി സ്ഫോടനങ്ങൾ കൊണ്ട് ഇവിടെ അങ്ങനെ കാര്യമായ ആൾനാശം ഇപ്പോൾ സംഭവിക്കുന്നില്ലെങ്കിൽ കൂടി ഇവിടുത്തെ ജ്വാലാമുഖികൾ ഇന്നും വളരെ സജീവമായി നിൽക്കുന്നവയാണ്. കാരണം 2002 2008 ഒക്കെ സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നാം ഇന്തോനേഷ്യയെപ്പറ്റിയും ബാലിയെപ്പറ്റിയും ഇവിടുത്തെ ജനങ്ങളെപ്പറ്റിയും അവരുടെ സംസ്കാരത്തെപ്പറ്റിയും അവരുടെ വിശ്വാസങ്ങളെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബസ് അതിവേഗം മുന്നോട്ട് പായുകയാണ്. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു അത്ഭുതകരമായ കാഴ്ച ഇവിടുത്തെ ഹിന്ദു ദേവാലയങ്ങളും ആ ദേവാലയങ്ങളുടെ പ്രത്യേകതകളുമാണ്. ധാരാളമായി ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം കൂടിയാണ് ഈ ബാലി. ഇവിടുത്തെ മജോറിറ്റി ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിംസും പിന്നെ ക്രിസ്ത്യൻസും മറ്റും. എന്നാൽ ഒരു വിധത്തിലുമുള്ള മതസ്പർദ്ധയോ മതവിദ്വേഷമോ ഒന്നും ഇല്ലാത്ത ഒരു നാട് കൂടിയാണ് ഈ ബാലി എന്ന് പറയുന്ന കൊച്ചുദ്വീപ്. ഇവിടെ പല മതക്കാർ ഒത്തൊരുമയോടെ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇവിടുത്തെ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഒന്നും ഒരു ദേവതയുടെയോ ദേവിയുടെയോ പ്രതിമ ഇല്ല എന്നതാണ്. കാരണം ഇവിടുത്തെ ഓരോ ഗോത്രങ്ങളും ഓരോ ദേവതകളെയും ദേവികളെയും ഒക്കെയാണ് വിശ്വസിക്കുന്നതും അവരുടെ കുലദേവതയായി കരുതുന്നു. എല്ലാ വീടിന് പുറത്തായും അവരുടെ കുലദേവതയുടെ ഒരു ചെറിയ കുടിൽ അഥവാ കൂടാരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം അവരുടെ വീഥികളിലും അവരുടെ വീടിൻ്റെ മുറ്റത്തും അവരുടെ ഗ്രാമങ്ങളിലും റോഡ് സൈഡുകളിലും ഒക്കെ ധാരാളമായി കാണുന്ന ഇത്തരം കുടിലുകളിൽ പോലും അവർ ഒരു ദേവിയുടെയോ ദേവൻ്റെയോ വിഗ്രഹം സ്ഥാപിക്കാറില്ല. ഒപ്പം തന്നെ ഓരോ ഗ്രാമത്തിനും ആ ഗ്രാമത്തിൻ്റെതായ ഗ്രാമദേവതയും ഓരോ ദ്വീപിനും ആ ദ്വീപിൻ്റെതായ ഗ്രാമദേവതയും ഒക്കെ ഉണ്ട്. എങ്കിലും ഓരോ ദേവാലയത്തിലും നമുക്ക് ഒരു ദേവതാമൂർത്തിയെ കാണാൻ സാധിക്കുകയില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇങ്ങനെ ഞാൻ ഇന്തോനേഷ്യയെപ്പറ്റിയും ബാലിയെപ്പറ്റിയും ഇവിടുത്തെ വിശ്വാസത്തെപ്പറ്റിയും മതങ്ങളെപ്പറ്റിയും സംസ്കാരങ്ങളെപ്പറ്റിയും കലകളെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി അതിവേഗം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്.